നിലാപക്ഷി ഭാഗം 13. ഇന്ന് രാവിലെ ചെറിയ ഒരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറ്റാക്കാണെന്നറിഞ്ഞത്. ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. മോനെ, നീ വേഗം വന്നേ പറ്റൂ. പപ്പ ഇടയ്ക്ക് നിന്നെ അന്വേഷിച്ചിരുന്നു. നീ വേഗം ഇങ്ങ് പോരെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഊർമിള ഫോൺ കട്ട് ചെയ്യുമ്പോൾ പക്ഷേ മിഥുൻ ആകെ തകർന്നു പോയി. എന്താടാ, എന്തു പറ്റി? അനിൽ മിഥുൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ചോദിച്ചു. മിഥുൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. നീ എന്ത് തീരുമാനിച്ചു? അവൻ ചോദിച്ചു. ആ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ അവനിരുന്നു. പാലക്കാട്ട് നിന്നും തിരിച്ച് ട്രെയിൻ കയറുമ്പോൾ മിഥുൻ്റെ മനസ്സ് ആകെ ഇരുണ്ടുകൂടിയ ആകാശം പോലെയായിരുന്നു. അനുവിനോടൊന്ന് പറഞ്ഞ് പോരാൻ പോലും പറ്റിയില്ല. അതായിരുന്നു അവന് ഏറ്റവും സങ്കടമായത്. മിഥുൻ്റെ മുഖം കണ്ടപ്പോൾ അനിലിന് അവനോട് ഒന്നും പറയാൻ തോന്നിയില്ല. സ്റ്റേഷനിറങ്ങി കാറുമെടുത്ത് മിഥുൻ വേഗം വീട്ടിലെത്തി. മുറിയിൽ കയറി നന്നായൊന്ന് കുളിച്ചു. പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകാനൊരുങ്ങി. അവൻ താഴെ എത്തിയപ്പോൾ വേദിക താഴെ നിൽപ്പുണ്ട്. നിനക്ക് ചായ എടുക്കട്ടെ? അവൾ ചോദിച്ചു. അവൻ വരുന്നത് അവൾ കണ്ടിരുന്നു. വേണ്ട ഏട്ടത്തി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഏട്ടൻ അവിടെയല്ലേ? അവൻ ചോദിച്ചു. ഉവ്വ്, വേദിക പറഞ്ഞു. മിഥുൻ പുറത്തിറങ്ങി കാറെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടിച്ചു. അവൻ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ആനന്ദും ഊർമിളയും ബന്ധുക്കളിൽ ചിലരും അവിടെയുണ്ട്. മമ്മ, പപ്പയ്ക്ക് എന്താണുണ്ടായത്? അവൻ ആധിയോടെ ഊർമിളക്കരികിലെത്തി ചോദിച്ചു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് എണീറ്റു. വർമ്മ എണീറ്റ് ഓഫീസിൽ പോകാനായി ഇറങ്ങുമ്പോഴാണ് അയാൾക്ക് ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അയാൾ കൈ നെഞ്ചിൽ വെച്ച് ഊർമിളയെ വിളിച്ചു. ഊർമിള ഓടി വന്നപ്പോഴേക്കും വർമ്മ വീണുപോയി. അത് കണ്ടപ്പോൾ അവർ ആകെ ഭയന്നുപോയി. ആനന്ദ് ഊർമിള ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അവനും വേദികയും വന്നു. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് വർമ്മയെ ഹോസ്പിറ്റലിലാക്കിയത്. ഊർമിള പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മിഥുൻ തളർന്നുപോയി. എല്ലാവരും വർമ്മയുടെ വിവരങ്ങൾ അറിയുന്നതിനായി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ തുറന്നു. എല്ലാവരും ആകാംക്ഷയിൽ ഡോക്ടറുടെ അടുത്തെത്തി. ഡോക്ടറുടെ മുഖം കണ്ടപ്പോൾ മിഥുൻ എന്തോ ഒരു അപകടം മണത്തു. എന്തു പറ്റി സർ? എനിത്തിങ് പ്രോബ്ലം? അവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ഐ ആം സോറി. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ വർമ്മയെ രക്ഷിക്കാനായില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ മിഥുന് ലോകം കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ അമ്മയെ നോക്കി. ഊർമിളയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാകാതെ ഒരു അന്താളിപ്പായിരുന്നു അവരുടെ മുഖത്ത്. ആനന്ദും ദിയയും എല്ലാം കരച്ചിലടക്കാൻ ഒരുപാട് പാടുപെട്ടു. വർമ്മയുടെ വിയോഗം അവർക്ക് താങ്ങാവുന്നതിലുമപ്പുറമായിരുന്നു. വർമ്മയുടെ വലിയ ബംഗ്ലാവിന് മുന്നിൽ ആളുകൾ വന്നും പോയും ഇരുന്നു. വലിയ ഹാളിൽ വർമ്മയുടെ ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്നു. ഊർമിളയും ദിയയും വേദികയും എല്ലാം കരഞ്ഞു തളർന്ന് ഇരിപ്പുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. മിഥുൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. കമ്പനിയിലെ സ്റ്റാഫുകളും ബന്ധുക്കളും എല്ലാവരും എത്തിയിരുന്നു. മിഥുൻ പതിയെ എണീറ്റ് ഊർമിളയുടെ അടുത്തെത്തി. അവൻ സങ്കടം പിടിച്ചു വയ്ക്കാനായില്ല. അവൻ വിതുമ്പിപ്പോയി. ഊർമിള മകനെ കെട്ടിപ്പിടിച്ചു. ഊർമിള അവനെ ചേർത്ത് പിടിച്ചു. അവർക്ക് മുന്നിൽ ആകെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. വർമ്മ അവരെ വിട്ടുപോകും എന്നവർ കരുതിയിരുന്നില്ല. ഈ വിശാലമായ ലോകത്ത് താൻ തനിച്ചായതുപോലെ ഊർമിളയ്ക്ക് തോന്നി. പപ്പയെ കാണാൻ പറ്റാത്തതിൽ അവന് വലിയ വിഷമമുണ്ടായിരുന്നു. നിന്നെ പപ്പ അന്വേഷിച്ചിരുന്നു എന്ന ഊർമിളയുടെ സ്വരം അവൻ്റെ കാതുകളിൽ പ്രതിധ്വനിച്ചു. അഗാധമായ ഗർത്തത്തിലേക്ക് താഴ്ന്നു പോകുന്നതുപോലെ അവന് തോന്നി. മിഥുന് പപ്പയില്ലാത്ത പ്രഭാതങ്ങൾ സുന്ദരമായി തോന്നിയില്ല. പപ്പയുടെ ഓർമ്മകൾ മാത്രമാണ് അവൻ്റെ മനസ്സിൽ നിറയെ. അവൻ ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല. ആനന്ദ് നിർബന്ധിക്കുമ്പോൾ കൂടെ പോകും, അത്രമാത്രം. വലിയ ഒരു തണൽ നഷ്ടപ്പെട്ടതുപോലെ അവന് തോന്നി. രാവിലെ എണീറ്റാൽ പിന്നെ ഒരു ശൂന്യതയാണ്. അനാമികയോട് ഒന്ന് പറയുക പോലും ചെയ്തില്ലല്ലോ എന്ന സങ്കടവും മനസ്സിലുണ്ട്. നല്ല മഞ്ഞ് പെയ്യുന്ന ഒരു പ്രഭാതം. മിഥുൻ എണീക്കാൻ തന്നെ വൈകി. വർമ്മയുടെ മരണം അവനെ അത്രയും ഉലച്ചിരുന്നു. പിന്നെ അനുവിൻ്റെ ചിന്തകൾ മാത്രമാണ് അവൻ്റെ മനസ്സിൽ. എണീക്കാൻ മടിച്ചുകൊണ്ട് അവൻ കിടന്നു.
മിഥുൻ, നിന്നെ ഏട്ടൻ വിളിക്കുന്നു. വാതിൽക്കൽ നിന്നും വേദികയുടെ സ്വരം കേട്ടപ്പോൾ അവൻ ഒന്ന് നോക്കി. എന്തേ ഏട്ടത്തി? അവൻ ചോദിച്ചു. അറിയില്ല, നിന്നെ വിളിക്കുന്നു. നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. വേദിക അറിയിച്ചു. ദാ ഇപ്പോൾ വരാം, ഒരു 10 മിനിറ്റ്. അവൻ എഴുന്നേറ്റു. 15 മിനിറ്റ് നിന്ന് ഫ്രഷായി ആനന്ദിൻ്റെ അരികിൽ ചെന്ന് നിന്നു. അവനെ പ്രതീക്ഷിച്ചെന്നോണം ആനന്ദ് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇരിക്ക്, ആനന്ദ് പറഞ്ഞു. അവൻ ആനന്ദിൻ്റെ അരികിലിരുന്നു. പപ്പ പോയി എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. നീ ഇനി കറക്റ്റ് സമയത്ത് ഓഫീസിൽ വരണം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, ആനന്ദ് ഉപദേശിക്കും മട്ടിൽ പറഞ്ഞു. അത് കേട്ട് മിഥുൻ തലയാട്ടി. നീ കുറച്ച് ദിവസമായി ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത്. നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ആനന്ദ് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അവനിരുന്നു. ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരു ശ്രദ്ധക്കുറവും ഉണ്ടാകില്ല ഏട്ടാ. ഞാൻ ശ്രദ്ധിച്ചോളാം, അവൻ ആനന്ദിന് ഉറപ്പ് നൽകി. ദിവസം കഴിയും തോറും അനുവിന് ആധി ഏറി വന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂർ പോലെയാണ് കടന്നു പോകുന്നത്. വാസുദേവൻ വലിയ സന്തോഷത്തിലായിരുന്നു. വലിയ രീതിയിൽ തന്നെ വിവാഹം നടത്താനാണ് അയാളുടെ തീരുമാനം. ക്ഷണിക്കേണ്ടവരെയെല്ലാം ക്ഷണിച്ചു. ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നതെങ്കിലും വീട്ടിൽ വലിയ ഒരു പന്തലൊരുക്കിയിരുന്നു. നാളെ നേരം പുലർന്നാൽ മറ്റൊരാൾ തൻ്റെ കഴുത്തിൽ താലി ചാർത്തും. അത് ആലോചിച്ച് അനുവിന് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ തോന്നി. തലേ ദിവസത്തെ തിരക്കും ബഹളവും അനാമികയിൽ അരോചകം സൃഷ്ടിച്ചു. മെഹന്തിയിടുമ്പോഴും എല്ലാം അവളുടെ മനസ്സിൽ കനൽ കോരിയിട്ട അവസ്ഥയായിരുന്നു. ആഘോഷങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാനാണ് അവൾക്ക് തോന്നിയത്. എല്ലാറ്റിൽ നിന്നും ഓടിയൊളിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഏറെ നേരമായിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ല. മിഥുൻ ഒന്ന് വന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. അനന്തമായ ഈ രാത്രിയിൽ അഗാധമായ ഇരുട്ടിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അതിരാവിലെ തന്നെ വനജ കുളിച്ച് റെഡിയായി പൂജാമുറിയിൽ വിളക്ക് വെച്ചു. വാസുദേവൻ്റെ കുടുംബാംഗങ്ങളും വനജയുടെ കുടുംബങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ്. ബ്യൂട്ടീഷ്യൻ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. അനു എണീറ്റില്ലേ എന്ന വിചാരത്തോടെ വനജ അനുവിൻ്റെ മുറിയിലേക്ക് പോയി. വാതിൽ ചാരിയിട്ടിരിക്കുന്നു. ഇനിയും എന്താകും അനാമിക എണീക്കാൻ വൈകുന്നത്? അവർ ആധിയോടെ വാതിൽ തള്ളി തുറന്നു. മുറി ആകെ ശൂന്യമായിരുന്നു. അനു എവിടെ എന്ന ആധിയിൽ വനജ നിന്നു. വനജയുടെ മനസ്സിൽ ചിന്തകളുടെ കൂമ്പാരം നിറഞ്ഞു. അവർക്ക് അവിടെ നിന്നും ചലിക്കാൻ അവരുടെ കാലുകൾക്ക് ശക്തിയില്ലാതെയായി. അനുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അവർ പരിഭ്രമത്തോടെ വാസുദേവനരികിലേക്ക് ഓടി.